സ്വാഗതം. ഭ്രമയുഗം എത്ര മണിക്കാണ് റിലീസ് ചെയ്യുന്നത്? സ്വാഭാവികമായും നമുക്കൊക്കെ തോന്നുന്ന ഒരു കാര്യമാണ്. നമ്മൾ അതിൻ്റെ തമ്പനെയിൽ തന്നെ ഇട്ടിട്ടുണ്ട്. ഭ്രമയുഗം ഓൾ കേരള ഷോ സ്റ്റാർട്സ് അറ്റ് 9:30 AM. രാവിലെ 9:30ക്കാണ്. 6 മണിക്കും 5 മണിക്കും എന്ന് എഴുന്നേറ്റ് ആരും പോകേണ്ട കാര്യങ്ങളില്ല. കാരണം ഇത് മമ്മൂട്ടി സിനിമയാണ്. മമ്മൂട്ടി സിനിമകൾ 9:30ക്ക് കണ്ടാൽ മതി. കാരണം നല്ല സിനിമയാണെങ്കിൽ ആളുകൾ കണ്ടോളും എന്നുള്ളതറിയാം. സമീപകാലത്ത് കഴിഞ്ഞ 10-15 സിനിമ എടുത്താൽ നമുക്ക് കാണാൻ കഴിയുന്നു അങ്ങനെയാണ്. മമ്മൂട്ടി സിനിമകളെല്ലാം തന്നെ മികവുറ്റത് തന്നെയാണ്. ഇനിയും സിനിമയുടെ ബുക്കിങ്ങും കാര്യങ്ങളുമൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യം അറിയിക്കാം. എന്തായാലും കുറച്ച് ഡീറ്റെയിൽസ് അതിനകത്തിൽ പറയാം. ബുക്കിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ബുക്ക് മൈ ഷോയിലും നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും പല സ്ഥലങ്ങളിലും ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കാലിക്കറ്റ് ക്രൗൺ പ്ലാസയിൽ 10 ഷോ ചാർട്ട് ചെയ്തിരിക്കുന്നു ആദ്യ ദിവസം തന്നെ എന്ന് പറയാം. അതേപോലെ തന്നെ ഏരി പ്ലസിൽ നമുക്ക് തിരുവനന്തപുരത്ത് കാണാൻ കഴിയുന്ന 5 ഷോസാണ്. അതിനകത്തിൽ 5 ഷോസും ഓൾമോസ്റ്റ് ഫുള്ളിലേക്ക് വരുന്നു എന്നുള്ളത് തന്നെയാണ്. ഏകദേശം 75% മുകളിലാണ് വന്നിരിക്കുന്നത് ഓക്യുപ്പൻസി എന്ന് പറയാം. കട്ടാക്കട SKM ബിഗ് സ്ക്രീനിൽ 6 ഷോസുകളാണ് ഇപ്പോൾ ചാർട്ട് ചെയ്തിരിക്കുന്നത്. ഇനി സിനിമ ഇറങ്ങാൻ 3ഓളം ദിവസങ്ങൾ ബാക്കിയാണ്. ഇപ്പോൾ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ബുക്ക് മൈ ഷോ അങ്ങനെയുള്ള ടിക്കറ്റ് ബുക്കിംഗ് ആപ്പുകളിലെല്ലാം തന്നെ നമുക്ക് സിനിമയുടെ ഡീറ്റെയിൽ വരാൻ തുടങ്ങും, അല്ലെങ്കിൽ ബുക്കിംഗ് കാര്യങ്ങൾ വരാൻ തുടങ്ങും എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഭ്രമയുഗം മറ്റൊരു തലത്തിലേക്ക് മലയാള സിനിമയെ കൊണ്ടുപോകുമോ എന്നുള്ളത് തന്നെയാണ് എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു കാര്യം. എന്തായാലും മൾട്ടിപ്പിൾ ലാംഗ്വേജസിൽ വരുമ്പോൾ ആ ലാംഗ്വേജുകളിലെല്ലാം തന്നെ മമ്മൂട്ടി ആണ് ഡബ് ചെയ്തിരിക്കുന്നത്. അത് തന്നെയാണ് ആ സിനിമയ്ക്കുള്ള, അല്ലെങ്കിൽ ആ ഒരു പല സീനുകൾക്കും നമ്മളെ കോരിത്തെരിപ്പിക്കുന്നത്. എന്താണേലും ഇതിനോടകം തന്നെ ട്രെയിലർ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു കാര്യം പറയാം, ജനങ്ങളിലേക്ക് ഇത് ശക്തമായി കയറിയിരിക്കുന്നു എന്നുള്ളതാണ്. ആദ്യ ദിനം തന്നെ ഒരു സിനിമയ്ക്ക് കാണണം എന്നുള്ള ഒരു അഭിപ്രായം ജനങ്ങളിലേക്ക് എത്തുന്നു. പല സിനിമകളും അങ്ങനെ തന്നെയാണ് അതിൻ്റെ ട്രെയിലർ കാണുമ്പോൾ വരുന്നത്. ഇവിടെ ആ ഹൈപ്പിനെ പോലും മമ്മൂട്ടി പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ അത്രത്തോളം പ്രതീക്ഷിച്ചൊന്നും വരരുത്, നിങ്ങളുടെ മനസ്സിൽ കാര്യങ്ങൾ ഒന്നും വെച്ചിട്ട് വരരുത്, നല്ലൊരു സിനിമ കാണണമെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും പ്രതീക്ഷിക്കാതെ വരിക. അതെ, അത് കോമൺ ഫോർമാറ്റാണ് ഒരു സിനിമയുടെ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ നമുക്ക് കാണാം തിയേറ്ററുകളിലേക്ക്. എന്തായാലും കൂടുതൽ അപ്ഡേറ്റും കാര്യങ്ങളുമൊക്കെ ആയിട്ട് വരാം. നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിൽ സപ്പോർട്ട് ചെയ്യണം. ഗ്രേ വീഡിയോസ്.